ലോകത്തെ വരുതിയിൽ നിർത്താൻ ട്രംപിന്റെ കയ്യിലെ വജ്രായുധം തീരുവയാണ്. ഏത് വമ്പനെയും നിലയ്ക്ക് നിർത്താൻ തനിക്കും അമേരിക്കൻ ഡോളറിനും സാധിക്കുമെന്നാണ് ട്രംപിന്റെ ഹുങ്ക്. നാറ്റോയുമായി കൈകോർത്ത് യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. താരിഫിൽ റഷ്യയും വ്യാപാര സഖ്യരും വീണില്ലെങ്കിൽ യുദ്ധം ചെയ്യും. യുക്രൈന് സമാധാനം നേടിയെടുക്കാനുള്ള ട്രംപിന്റെ സാഹസികത ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ? ട്രംപും പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും നിറഞ്ഞു നിന്നതായിരുന്നു പോയ വാരത്തെ ലോകവിശേഷങ്ങൾ. സ്വാഗതം ഭൂലോകത്തിലേക്ക്. ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധമാണ് റഷ്യയും യുക്രൈനും തമ്മിൽ. അനുരഞ്ജന നീക്കങ്ങൾ പല ഘട്ടങ്ങളിൽ നടന്നു. പക്ഷേ ട്രംപിന്റെ ഇടപെടൽ ശ്രമങ്ങൾ ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ ഇപ്പോൾ പോർവിളി ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയ്ക്കും റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കും മേൽ കടുത്ത നികുതി ചുങ്കം ചുമത്തും. 50 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കാൻ കരാറിലെത്തിയില്ലെങ്കിൽ 100% ചുങ്കം ചുമത്തുമെന്നാണ് ഭീഷണി. റഷ്യ ഭീഷണിയെ പരിഹസിച്ച് തള്ളി. പക്ഷേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ അവസ്ഥ എന്താകും? ഭീഷണി ഏറ്റെടുത്ത നാറ്റോയും ഇന്ത്യയെ വിരട്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. ചൈനയ്ക്കും ബ്രസീലിനുമെല്ലാം ഇത് വിനയാകും. എന്തായാലും ട്രംപ് രണ്ടും കൽപ്പിച്ചാണ്. താരിഫിൽ മുട്ടുമടക്കിയില്ലെങ്കിൽ യുക്രൈനോട് ശക്തമായി തിരിച്ചടിക്കാനാണ് നിർദ്ദേശം. ആയുധങ്ങൾ അമേരിക്ക നൽകും. താൻ പല കാര്യങ്ങൾക്കും വ്യാപാരം ഉപയോഗിക്കും. ഏത് യുദ്ധം അവസാനിപ്പിക്കാനും വ്യാപാരം നല്ലൊരു മാർഗമാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പക്ഷം. അതുകൊണ്ട് തന്നെയാണ് റഷ്യയ്ക്ക് മേൽ വജ്രായുധം തന്നെ ഉപയോഗിക്കാൻ ട്രംപ് തീരുമാനിച്ചത്. 100% തീരുവയാണ് റഷ്യയ്ക്കും റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡറി താരിഫ് അഥവാ ദ്വിതീയ ഉപരോധമെന്ന് ഇതിനെ പറയാം. റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം റഷ്യയുടെ വ്യാപാര കക്ഷികൾക്കും ബാധകമാകുന്നതിനാലാണ് ഇത്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെയുമായി ഓവൽ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഈ വലിയ പ്രഖ്യാപനം നടത്തിയത്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ റഷ്യ ഒറ്റപ്പെടുത്തുകയാണ് ലക്ഷ്യം. താരിഫ് 100% ആക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ സ്വാഭാവികമായും റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കും. ഗത്യന്തരമില്ലാതെ റഷ്യ കീഴടങ്ങുമെന്നാണ് ട്രംപ് സ്വപ്നം കാണുന്നത്. US സെനറ്റർമാർ പുടിനെതിരെയും റഷ്യക്കെതിരെയും ട്രംപിന് അധികാരം നൽകുന്ന ബിൽ പാസാക്കാൻ കൂടി ഒരുങ്ങുകയാണ്. റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് 500% വരെ തീരുവ ചുമത്താനുള്ള അധികാരം നൽകുന്നതാണ് ഈ ബില്ല്. എന്നാൽ അത്യന്തം അവജ്ഞയോടെ റഷ്യ ഈ ഭീഷണി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ നാടകീയ അന്ത്യശാസനയിൽ ലോകം നടുങ്ങുമായിരിക്കും. പക്ഷേ റഷ്യയ്ക്കൊന്നുമില്ലെന്നാണ് മുൻ റഷ്യൻ പ്രസിഡന്റും പുടിന്റെ അനുകൂലിയുമായ ദിമിത്രി മെദ്വദേവ് എക്സിൽ കുറിച്ചത്. റഷ്യയ്ക്ക് പ്രശ്നമില്ലായിരിക്കും, പക്ഷേ ഇന്ത്യക്കോ? ട്രംപിന്റെ ഭീഷണി നാറ്റോ കൂടി ഏറ്റെടുത്തതോടെ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും ചൈനയെയും ബ്രസീലിനെയും ഒക്കെ നികുതിയിലൂടെ ശിക്ഷിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള 85%-ലധികം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. മിഡിൽ ഈസ്റ്റ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാന എണ്ണദാതാക്കൾ. എന്നാൽ 2022 മുതൽ റഷ്യയാണ് നമ്മുടെ പ്രധാന സപ്ലയർ. 42% ക്രൂഡ് ഓയിൽ വാങ്ങുന്നതും റഷ്യയിൽ നിന്നാണ്. അതായത് പ്രതിദിനം 2.08 ബാരൽ വരും. ഇത് ആഗോള മാർക്കറ്റിൽ $80 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് വില. പക്ഷേ റഷ്യയിൽ നിന്ന് $60 ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ലഭിക്കും. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ കൂട്ടത്തോടെ റഷ്യയെ ബഹിഷ്കരിച്ചപ്പോഴാണ് റഷ്യ ഈ ഡിസ്കൗണ്ടുമായി ഇറങ്ങിയത്. എന്തായാലും ഈ ലാഭകരമായ കച്ചവടത്തിനാണ് യൂറോപ്യൻ യൂണിയൻ ഭീഷണി ഉയർത്തിയത്. എന്താണ് ഇന്ത്യയുടെ മറുപടി? റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിച്ച് പുടിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇന്ത്യയോടും ചൈനയോടും ബ്രസീലിനോടും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ ആവശ്യപ്പെട്ടത്. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ബാരലിന് $46 നൽകിയാൽ മതിയെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ നിർദ്ദേശം. ഉപരോധങ്ങൾ മറികടക്കുന്ന രാജ്യങ്ങൾക്കുമേൽ താരിഫ് പ്രഹരം ഏൽപ്പിക്കും.
എന്നാൽ ഈ ഭീഷണി വിലപ്പോകില്ലെന്ന് ഇന്ത്യ മറുപടി നൽകി കഴിഞ്ഞു. ഏകപക്ഷീയമായ ഉപരോധം ഇന്ത്യ അംഗീകരിക്കില്ലെന്നും യൂറോപ്യൻ യൂണിയന്റെ ഇരട്ടത്താപ്പ് ഇന്ത്യയോട് വേണ്ടെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇന്ത്യയിൽ റോസ്നെഫ്റ്റിന്റെ കീഴിലുള്ള വമ്പൻ റിഫൈനറിക്കും ഉപരോധം ഏർപ്പെടുത്തിയെന്ന യൂറോപ്യൻ യൂണിയൻ പോളിസി മേധാവി കജ കാലസിന്റെ എക്സ് പോസ്റ്റിനോടായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ പ്രതികരണം. പ്രതിവർഷം 20 മില്യൺ ടൺ ഉൽപാദന ശേഷിയുള്ളതാണ് നയാരയുടെ ഗുജറാത്തിലെ ഈ റിഫൈനറി. റഷ്യയുമായി ഇടപെടുന്നതിന് ഈ രാജ്യങ്ങൾക്കുമേൽ പാശ്ചാത്യ രാജ്യങ്ങൾ തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രണ്ടാമത്തെ സംഭവമാണിത്. റഷ്യയുമായി ഈ മുന്നറിയിപ്പ് മറികടന്ന് വ്യാപാരം തുടർന്നാൽ അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് വൻ താരിഫ് നൽകേണ്ടി വരും. സമാനമായ രീതിയിൽ യൂറോപ്പിലേക്കും. റഷ്യ ക്രൂഡ് ഓയിലിൽ നൽകുന്ന ഡിസ്കൗണ്ട് ഒന്നും ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമാകില്ല. പക്ഷേ ഈ താരിഫ് ഭീഷണിയിൽ ഇന്ത്യക്ക് ഒട്ടും ഭയമില്ലെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും പറയുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയത് വിലക്കിഴിവിന്റെ പേരിലാണ്. പക്ഷേ റഷ്യ മാത്രമല്ല ഇന്ത്യയുടെ ഓപ്ഷൻ. 40ഓളം രാജ്യങ്ങളുമായി ഇന്ത്യക്ക് പെട്രോളിയം മേഖലയിൽ വ്യാപാര കരാറുണ്ട്. അതുകൊണ്ട് ഒരു വാതിൽ അടഞ്ഞാലും മറ്റ് പല വാതിലുകളും തുറക്കും. രാജ്യത്ത് എണ്ണ പ്രതിസന്ധിയോ വിലക്കയറ്റമോ ഉണ്ടാകില്ല. ആശങ്കയ്ക്ക് വകയേയില്ല എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി പറയുന്നത്. I think they are getting the correct response now. We're just cancelling them. Because it's very easy. What you do is you bid in a large number, quote unrealistic thing, become L1, and then you sit on it. How can you justify somebody who's won a bid 12 years ago, and every time you talk to him, abhi ho raha, nahi bhai, nahi hoga. And on that basis, you're raising money in the outside market. No, the whole thing comes full circle, and we will contest those. 40ഓളം രാജ്യങ്ങൾ ഇന്ത്യക്ക് ആശ്രയിക്കാനുണ്ട്. അപ്പോൾ ഇറാനെ ആശ്രയിക്കുമോ? റഷ്യയുമായുള്ള കരാറിന് മുൻപ് ഇന്ത്യയുടെ പ്രധാന എണ്ണദാതാവ് ഇറാനായിരുന്നു. ഇന്ത്യയുടെ എണ്ണ ആവശ്യകതയുടെ 13% ഇറക്കുമതി ചെയ്തിരുന്നത് ഇറാനിൽ നിന്നായിരുന്നു. എന്നാൽ 2018 ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുന്നത്. റഷ്യ ആശ്രയിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ ഇറക്കുമതി 0.04% ഗണ്യമായി കുറഞ്ഞു. ചൈനയാണ് ഇപ്പോൾ ഇറാന്റെ പ്രധാന എണ്ണ ഉപഭോക്താക്കൾ. ഇറാന്റെ കയറ്റുമതിയുടെ 90% വാങ്ങുന്നത് ചൈനയാണ്. ഒമാനിയൻ ക്രൂഡ് ഓയിലിനെ അടക്കം താരതമ്യം ചെയ്യുമ്പോൾ ബാരലിന് $11 ഇളവിലാണ് ഇറാൻ ചൈനയ്ക്ക് എണ്ണ നൽകുന്നത്. റഷ്യയ്ക്ക് മേൽ ഉപരോധം വന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇനി ഇറാനെ കൂടുതലായും ആശ്രയിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. എല്ലാ ഉപരോധങ്ങളും എല്ലാ കാലവും തുടരില്ലെന്നും എന്നാൽ ഇറാനും വെനസ്വേലയ്ക്കും മേൽ നിലവിൽ അമേരിക്ക ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ ഇന്ത്യ പിന്തുടരുമെന്നും ലോകക്രമങ്ങളെയും നിയമങ്ങളെയും പിന്തുടരുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത്. ഈ ഘട്ടത്തിൽ ഉപരോധങ്ങൾ നീങ്ങാതെ ഇറക്കുമതി ഇല്ലെന്ന് ഹർദീപ് പുരി പറയുന്നു. I don't feel any pressure in my mind, and I don't think my boss's mind is wired to feel any pressure, and that's where I draw my strength from. During this period, India has diversified the sources of supply, and we have gone, I think, from about 27 countries that we used to buy from to about 40 countries now. But more than that, if you go into should you buy from a source 1 or should you buy from a source 2, we have been clear from the day go that we will buy from wherever we have to. പുടിനുമായുള്ള സൗഹൃദം പാടെ തകർന്ന മട്ടാണ് ട്രംപിന്റെ പുതിയ നിലപാട് കാണുമ്പോൾ മനസ്സിലാകുന്നത്. താൻ അധികാരത്തിലേറി 24 മണിക്കൂറിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ പുടിൻ ചെവികൊള്ളാതായതോടെ രണ്ടും കൽപ്പിച്ചാണ് ട്രംപ്. താരിഫ് യുദ്ധം മാത്രമല്ല, മോസ്കോയെ കടന്നാക്രമിച്ചോളൂ, ഞങ്ങളുണ്ടൊപ്പം എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വാഗ്ദാനം. ഓർക്കണം, യുക്രൈനുള്ള ആയുധ വിതരണം നിർത്താൻ പോവുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് ഈ മനംമാറ്റം. വാഷിംഗ്ടണിൽ നിന്ന് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈനിലേക്ക് അയക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. നാറ്റോ വഴിയാണ് ഈ ആയുധ കൈമാറ്റം. എത്ര എണ്ണം നൽകുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും യുക്രൈന് ആവശ്യമുള്ളത് അത്രയും നൽകുമെന്ന്
ട്രംപ് അറിയിച്ചിട്ടുണ്ട്. കരയിൽ നിന്ന് വായുവിലേക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിരോധ സംവിധാനമാണിത്. യുദ്ധപ്രതിരോധത്തിൽ നിർണായകമാണ് ഇവ. നഗരങ്ങളെയും രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് റഷ്യ നിരന്തരമായി നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ യുക്രൈന് പേട്രിയറ്റ് അടക്കമുള്ള പ്രതിരോധ സംവിധാനം ഇപ്പോൾ അത്രത്തോളം അനിവാര്യമാണ്. പുടിൻ സാധാരണക്കാരെ ആക്രമിക്കുന്നുവെന്ന വലിയ വിമർശനമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. പുടിൻ വളരെ നന്നായി സംസാരിക്കുന്നയാളാണെന്നും എന്നാൽ പിന്നാലെ ബോംബിട്ട് കൊല്ലുമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത്. 3 വർഷത്തെ യുദ്ധത്തിൽ റഷ്യ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് പോയ മാസമാണ്. ജൂൺ ആദ്യവാരം നടന്ന ആക്രമണത്തിൽ 479 ഡ്രോണുകളും 20 മിസൈലുകളുമാണ് റഷ്യ യുക്രൈന് നേരെ വർഷിച്ചത്. പിടിച്ചു നിൽക്കാനാവാതെ പതറുന്ന യുക്രൈന് കരുത്തും ആത്മവിശ്വാസവുമാണ് അമേരിക്കയുടെ സഹായം. പക്ഷേ താരിഫ് യുദ്ധത്തിലും സായുധ പോരാട്ടത്തിലും മുട്ടുമടക്കുമോ റഷ്യ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. റഷ്യ പിൻവാങ്ങാതെ നിന്നാൽ ലോകം വീണ്ടും ഒരു വൻ യുദ്ധം കാണേണ്ടി വരും. റഷ്യയ്ക്ക് പിൻബലം നോർത്ത് കൊറിയയാണ്.